إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ വിശുദ്ധ റമദാനിന്റെ അനുഗ്രഹീതമായ നാളുകൾ നമ്മിൽ നിന്ന് വേറിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ നാം അനുഷ്ഠിച്ച ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയുള്ള നാളുകൾ അത് വളരെയേറെ വിലപ്പെട്ടതാണ്. അൽ അവ്വൽ ദഹബ്, ആദ്യ ഭാഗം കഴിഞ്ഞുപോയി. വൽ ബാഖി ദഹബ്, ഇനി അടുത്തത് ഗോൾഡൻസ്, അതായത് സുവർണാവസരമാണ്. കഴിഞ്ഞതിനേക്കാളും ഏറെ പ്രാധാന്യമുള്ളതാണ്. സമയത്തിന്റെ വില മനുഷ്യന് ബോധ്യപ്പെടുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. മരണം കൺമുന്നിൽ കാണുന്ന സമയത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പ സമയത്തേക്ക് അവധി നീട്ടി തന്നിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ കേണപേക്ഷിക്കും. ഫലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിയാൽ ഒരാൾക്കും സമയം പിന്തിപ്പിച്ചു നൽകുകയില്ല. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരല്പം പോലും മുന്നോട്ടോ പിന്നോട്ടോ ഇല്ല. ഒരു 70 വർഷക്കാലം ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച ആളും അപ്പോൾ സമയത്തിന് വേണ്ടി യാചിക്കുമെന്നാണ്. സഹോദരങ്ങളെ, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, 60-70 വർഷക്കാലമാണ് നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം നൽകിയിട്ടുള്ളത്. ഇത്രയും കാലവും തിരുത്താനും മടങ്ങാനും തയ്യാറായിട്ടില്ല എങ്കിൽ, ഈ റമദാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് വളരെയധികം നഷ്ടമായിരിക്കും. അതുകൊണ്ട് ടൈം, സമയം അത് വളരെ അമൂല്യമാണ്. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞു, അദ്ദുനിയ തലാസത്തു അയ്യാം, ദുനിയാവെന്നത് 3 നാളാണ്. അമ്മാ അംസി ഫഖദ് ദഹബ ബിമാ ഫീ, ഇന്നലെ ചെയ്തതും കൊണ്ട് പോയി. വഅമ്മാ ഗദൻ, എന്നാൽ നാളെ ഫലഅല്ലക ലാ തുദ്രികുഹു, നിനക്കറിയില്ല കിട്ടുമോ എന്ന്. ഫഅമ്മൽ യൗം ഫലക ഫഅമൽ ഫീ, ഇന്ന് നിനക്കുള്ളതാണ്, ഇന്ന് നീ പ്രവർത്തിക്കുക. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്താനില്ല. നന്മകളിൽ മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ദീനിന് വേണ്ടി, ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ സഹിച്ച ത്യാഗവും അവരുടെ പീഡനങ്ങളും ഓർക്കാതെ ഒരു റമദാനും നമുക്ക് കഴിഞ്ഞു പോകാൻ സാധ്യമല്ല. കാരണം റമദാനിലെ 2ാമത്തെ 10-ൽ, റമദാൻ ഹിജ്റ 2ാം വർഷം റമദാൻ 17-നാണ് ചരിത്ര പ്രസിദ്ധമായ ഗസ്വത്ത് ബദർ യുദ്ധം നടന്നത്. സമൂഹത്തിൽ പല നിലക്കും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും മുസ്ലിം എന്നുള്ള നിലക്ക്
ബദറിന്റെ ചരിത്രവും ബദറിൽ നിന്നുള്ള പാഠവും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ബദർ എന്നത് പൂർണ്ണചന്ദ്രൻ, ഫുൾ മൂൺ എന്നാണ് അതിന്റെ അർത്ഥം. മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ്. ചരിത്രത്തിൽ കാണാം, അവിടെ ഒരു കിണറുണ്ടായിരുന്നു, തെളിഞ്ഞ വെള്ളമായിരുന്നു. രാത്രിയിൽ അതിൽ പൂർണ്ണചന്ദ്രനെ തെളിഞ്ഞു കാണാമായിരുന്നു എന്ന്. സഹോദരങ്ങളെ, എന്താണ് ബദറിന്റെ ചരിത്രം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദുമായി മക്കയിൽ 13 വർഷക്കാലത്തെ പ്രബോധനം രഹസ്യമായും പരസ്യമായും നിർവഹിച്ചു. അങ്ങേയറ്റത്തെ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും. അവസാനം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മദീനയിലേക്ക് ഹിജ്റ പോയി. ഹിജ്റ പോയിട്ടും അവിടെയും സ്വസ്ഥതയോടെ സമാധാനത്തോടെ തങ്ങളുടെ വിശ്വാസവും ആദർശവും അനുസരിച്ച് ജീവിക്കാൻ ശത്രുക്കൾ അനുവദിച്ചില്ല. അവിടെയാണ് അള്ളാഹുവിൽ നിന്നുള്ള അനുമതി ലഭിക്കുന്നത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു. ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് തിരിച്ചടിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ പെർമിഷൻ ലഭിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കാൻ സന്നദ്ധരാണ്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അവർ തങ്ങളുടെ സ്വന്തം ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അധികാരത്തിന് വേണ്ടിയല്ല, കുടുംബസ്വത്തിന് വേണ്ടിയല്ല, അതല്ലെങ്കിൽ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത സന്ദർഭത്തിലാണ് സഹോദരങ്ങളെ മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നത്. ബദറിന്റെ ചരിത്രത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ വിശ്വാസികൾക്കുണ്ട്. സൂറത്തു ആല ഇമ്രാനിലും സൂറത്തുൽ അൻഫാലിലും ബദറിന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈൻ ഇൽതഖത ഫിഅതുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്. അതെ, നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയത്. ഒന്ന് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണ്. വഉഖറ കാഫിറതു യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ. മറ്റുള്ളത് സത്യനിഷേധികളാണ്. അവരുടെ കണ്ണിൽ തങ്ങളുടെ എതിർകക്ഷികൾ വിശ്വാസികൾ തങ്ങളുടെ ഇരട്ടിയുള്ളതായി കൊണ്ട് തോന്നിക്കപ്പെട്ടു. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നവരെ ശക്തിപ്പെടുത്തും. നിശ്ചയമായും വിശ്വാസികൾക്ക് ഇന്ന ഫീ ദാലിക ലഇബ്റ ലിഉലിൽ അബ്സാർ. ബുദ്ധിയുള്ള കണ്ട് പഠിക്കുന്ന ആളുകൾക്ക് അതിൽ ഒരുപാട് ഗുണപാഠമുണ്ട് ബദറിന്റെ ചരിത്രത്തിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു. സഹോദരങ്ങളെ, ഭൗതികമായ ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഘത്തെ, ദുർബലരായ ഒരു സംഘത്തെ അല്ലാഹുവിന്റെ സഹായം കൊണ്ട് മാത്രം ഇവിടെയാണ് വിശ്വാസികൾ തിരിച്ചറിയേണ്ടത്. കാരണങ്ങളല്ല, ശക്തിയോ ആയുധബലമോ സംഘബലമോ ഒന്നുമല്ല വിജയത്തിന്റെ കാരണം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ നിന്നല്ലാതെ സഹായമില്ല. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. നിങ്ങൾ ദുർബലരായിരിക്കെ ബദറിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വത്തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിന് നന്ദി കാണിക്കണം. സഹോദരങ്ങളെ, റബ്ബിൽ നിന്നല്ലാതെ ഒരു സഹായമില്ല. നോക്കൂ, നിങ്ങൾ 2 കുതിരകളാണുള്ളത്, 70 ഒട്ടകങ്ങളും. ആ വയറൊട്ടിയ പാവപ്പെട്ടവരായ സഹാബികൾ, വേണ്ടത്ര ആയുധ ബലമില്ലാത്ത ഒരു കൊച്ചു സംഘം 319ഓളം വരുന്ന ആ ഒരു സംഘത്തെ, തന്നെ തങ്ങളെക്കാളും 3 ഇരട്ടി വരുന്ന സംഘത്തെ പരാജയപ്പെടുത്തിയ അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ സഹായം ഒന്ന് മാത്രമാണ്. ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹിനെ സഹായിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ആളുകൾ എത്രയുണ്ട്, നിങ്ങളുടെ ശക്തി എത്രയുണ്ട് എന്നുള്ളതല്ല, നിങ്ങളുടെ ഈമാനിന്റെ വിശ്വാസദാർഢ്യതയും റബ്ബിലുള്ള തവക്കുലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തും അവിടുത്തെ ഇത്തിബാ ചെയ്യാനുള്ള, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാനുള്ള ഒരു പൂർണ്ണമായ മനസ്സുമാണ് ബദറിൽ വിശ്വാസികൾക്ക് വിജയം നൽകിയത്. കം മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅ എത്രയെത്ര കൊച്ചു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. എന്തിനു വേണ്ടിയായിരുന്നു ബദർ? ലിയുഹിഖൽ ഹഖ്ഖ വയുബ്തിലൽ ബാതിൽ. ഹഖിനെ, സത്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരാൻ, ബാത്തിലിനെ, നിരർത്ഥകതയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ബദർ ഉണ്ടായത്. ഹഖും ബാത്തിലും തമ്മിൽ, സത്യവും അസത്യവും തമ്മിൽ, തൗഹീദും ശിർക്കും തമ്മിൽ, ധർമ്മവും അധർമ്മവും തമ്മിലാണ് ബദർ ഉണ്ടായത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടതായിരുന്നില്ല. മറിച്ച് തങ്ങൾ വിട്ടേച്ചു പോയ സ്വത്തെല്ലാം കൂട്ടി വലിയ കച്ചവട സംഘത്തെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് പോകുന്നുണ്ട്. അവരതെല്ലാം സമ്പാദിച്ചുകൊണ്ട് ഈ വിശ്വാസികളെ, ന്യൂനപക്ഷമായ വിശ്വാസികളെ, അവരെ വീണ്ടും നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതനുവദിച്ചുകൂടാ. നമ്മൾ എത്ര ദുർബലരായാലും റബ്ബിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൊണ്ടുപോയത്. രണ്ടാലൊരു വിഭാഗത്തെ നിങ്ങൾക്ക് ലഭിക്കും. ഇത് രണ്ടാലൊരു വിഭാഗങ്ങളെ നിങ്ങൾ കണ്ടുമുട്ടും. ഒന്നെങ്കിൽ ഈ വലിയ പട അബൂജഹലും കൂട്ടരും 1000-ഓളം വരുന്ന സംഘങ്ങളെയും കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അബൂ സുഫിയാന്റെ കച്ചവട സംഘം. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി ഉണർത്തി. ഇദ് അൻതും ബിൽ ഉദ്വതി ദുനിയ വഹും ബിൽ ഖുദ്വതിൽ ഖുസ്വ. നിങ്ങൾ മുകളിലായിരിക്കുന്ന സമയം, മറ്റേ ആളുകൾ ദൂരെയും. വറക്കബു അസ്ഫല മിൻകും. ആ സമുദ്രമാർഗം വഴി അബൂ സുഫിയാന്റെ കച്ചവട സംഘം രക്ഷപ്പെട്ടു. അതുപോലും ഖുർആൻ കൃത്യമായി നമുക്ക് വിവരിച്ചു തന്നു. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു പാഠമുണ്ട്. ബദറിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ഫിർഔന ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്നറിയപ്പെടുന്ന അബൂജഹല് മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോ കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹു മൻസുർ ആലൽ ജുൻദൈൻ, അല്ലാഹുവേ ഏറ്റവും അത്യുന്നതമായ സംഘത്തെ നീ വിജയിപ്പിക്കണേ. വഅക്രമൽ ഫിഅതൈൻ, മാന്യമായ സംഘത്തെ നീ വിജയിപ്പിക്കണേ. വഅഫ്ളൽ ഹിസ്ബൈൻ, ഏറ്റവും ശ്രേഷ്ഠമായ ആളുകളെ, വിഭാഗത്തെ നീ വിജയിപ്പിക്കണേ, സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അബൂജഹൽ അവിടുന്ന് പുറപ്പെടുന്നത്. റമദാൻ 16 ബദറിന്റെ തലേ രാത്രിയിലും അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് തന്നെയാണ്. അല്ലാഹുമ്മ അഖ്തഅനാ ലിറഹിം, അല്ലാഹുവേ ഞങ്ങളിൽ കുടുംബബന്ധം മുറിക്കുന്നവൻ, വആതാനാ ബിമാ ലാ നഅരിഫ്, ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ കൊണ്ടുവന്നവൻ, ഫഅഹ്നിഹുൽ ഗദാത്, നാളെയുടെ സുബഹിയിൽ റബ്ബേ ഇവരെ പരാജയപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതും അല്ലാഹുവിനോടാണ്. പിന്നെ എന്തിന് ബദറുണ്ടായി? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശം ഏത് സന്ദർഭത്തിലും അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അല്ലാഹുവിനോട് മാത്രം സഹായം തേടണം, റബ്ബിൽ മാത്രം തവക്കുലാക്കി, റബ്ബിനോട് മാത്രം നേർച്ചയാക്കി, റബ്ബിൽ മാത്രം എല്ലാ ഇബാദത്തുകളും അർപ്പിക്കണമെന്ന വിശ്വാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് നൽകിയത്. എന്നാൽ അബൂജഹലിന്റെ വിശ്വാസം അങ്ങനെയല്ല. അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലാത്തിയോടും ഉസ്സയോടും മനാത്തിയോടും ഇബ്രാഹിം നബിയോടും ഹുബലിനോടും ഒക്കെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുകയുണ്ടായി. അതാണ് ആ വേർതിരിവാണ്, ആ ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്. അല്ലാഹുവിന് പുറമെ ഇവർക്കൊക്കെ ഇബാദത്ത് നൽകിയപ്പോൾ അവർ പറഞ്ഞത് അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്ന്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ ഈ മഹാന്മാരെ ഇബ്രാഹിം നബിയോടൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരോട് സഹായം തേടുന്നത് എന്തിനു വേണ്ടിയാ? അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടിയാണ്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്നവരോട് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹു മാത്രമാണെന്ന്. വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർദ് ബഅദ മൗതിഹാ, ആകാശത്ത് നിന്ന് വെള്ളമിറക്കുന്നത്, ഭൂമിയിൽ ഈ സസ്യങ്ങളെ മുളപ്പിക്കുന്നതൊക്കെ ആരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹുവാണ്, അല്ലാഹ് മാത്രമാണെന്ന്. വലയിൻ സഅൽതഹും മൻ ഖലഖഹും, അവരെ സൃഷ്ടിച്ചതാരാണെന്ന് അവരോട് ചോദിച്ചാലും അവർ പറയും അല്ലാഹു മാത്രമാണെന്ന്. സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും റിസ്ക് നൽകുന്നതും എല്ലാം അല്ലാഹുവാണ് എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹു കൊടുത്ത കഴിവുള്ള കുറെ മഹാന്മാരുണ്ട് എന്ന്. അതാണല്ലോ അവരുടെ തൽബിയത്ത്. മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് നിർവഹിച്ചിരുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ
ഹുവ ലക തംലികുഹു വമാ മലക. റബ്ബേ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അവിടെ നിർത്തുന്നില്ല. നിനക്കൊരു പാർട്ട്ണർമാരുമില്ല എന്ന് പറഞ്ഞു. ഇല്ല, ശരീക്കിന്റെ ഒരു പാർട്ട്ണർ ഉണ്ട്. ഹുവ ലക തംലികുഹു വമാ മലക. പക്ഷേ നീ അധീനപ്പെടുത്തിയ, നീ കൊടുത്ത കഴിവുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന മഹാന്മാരായ ആളുകൾ, മഹത്തുക്കൾ, അതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, പ്രാർത്ഥനകള്, ഇബാദത്തുകളെല്ലാം അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിനും സൃഷ്ടികൾക്കുമിടയിൽ ഒരു ഇടയാളന്മാരില്ല. ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ, അവരിൽ യാതൊരാളെയും ഞാൻ ശിർക്ക് വെക്കുകയില്ല. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന് പുറമെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. എന്റെ ഇബാദത്തുകൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ച തൗഹീദിന്റെ ആദർശം. അതാണ് മക്കയിലെ മുശ്രിക്കുകളിൽ നിന്ന് മുസ്ലിമീങ്ങളെ വ്യതിരിക്തമാക്കിയത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അധികം ആളുകളും ശിർക്ക് വെച്ചുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല അള്ളാഹുവിൽ. അള്ളാഹു സൃഷ്ടിച്ചു, അള്ളാഹു പരിപാലിക്കുന്നു, ഇതെല്ലാം വിശ്വസിച്ചു. അതോടൊപ്പം തന്നെ അള്ളാഹുവിനൊരു ഷെയറും, അതുപോലെ തന്നെ ഈ മഹാന്മാർക്ക് ഒരു ഷെയർ. നോക്കൂ സഹോദരങ്ങളെ, ബഹുഭൂരിഭാഗം മുസ്ലിം സമൂഹത്തിലെ ആളുകളും ഇന്ന് ബദറിന്റെ പേരിൽ റമദാൻ 17 വരുന്ന സമയത്ത് ബദരീങ്ങളുടെ പേരിൽ ആണ്ട് നേർച്ച നടത്തുകയും ബദരീങ്ങളെ വിളിച്ച് സഹായം തേടുകയും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ ബദർമാല ചൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ വീടുകളിലില്ലേ? അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നില്ലേ? യഥാർത്ഥത്തിൽ ബദറിൽ ഷഹീദായ 14 ശുഹദാക്കളും അതല്ലാത്ത സഹാബികളും ബദറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സഹാബികൾക്കും ബദരിയൂൻ എന്ന് പറയും. അവരാരും തന്നെ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയിട്ടില്ല. ഇബ്രാഹിം നബിയോടോ അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഏതെങ്കിലും, അതിനുശേഷം ബദറിന് ശേഷം ഉഹുദ് ഉണ്ടായി, ഉഹുദീങ്ങൾ ആരെങ്കിലും ബദരീങ്ങളോട് തേടിയോ? ഖന്തഖുണ്ടായി, ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായി, ഒരുപാട് പ്രയാസത്തിന്റെ സന്ദർഭങ്ങൾ അവർക്കുണ്ടായി. പക്ഷെ അവരേത് സന്ദർഭത്തിലും അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പ്രയാസപ്പെട്ടവൻ പ്രാർത്ഥിക്കുന്നവൻ അവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്നവൻ ആരാണ്? അള്ളാഹു അല്ലാതെ മറ്റാരാണ്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹു പോരെ നിങ്ങൾക്ക്? ഹസ്ബി അല്ലാഹ്, അല്ലാഹു മതി. ഇതിനു വേണ്ടിയാണ് സഹോദരങ്ങളെ ബദരീങ്ങൾ തങ്ങളുടെ ജീവൻ നൽകിയത്, ഈ ഒരു ആദർശത്തിന് വേണ്ടി. ഇതാണ് ബദറിലെ ഒന്നാമത്തെ പാഠം. അള്ളാഹുവിന്റെ കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അത്യുന്നതമായ കലിമത്തിന് വേണ്ടിയാണ് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്ത് ബദറിൽ അവരുടെ ജീവൻ നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പൂർണ്ണമായ അനുസരണം. അതാണ് സഹാബത്ത്, വിശ്വാസികൾക്ക് അതിൽ മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമുക്ക് നമ്മുടെ റോൾ മോഡൽ ജീവിതത്തിലെല്ലാം നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെന്ന് പഠിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ദുർബലരായ സഹാബത്തിനെയും കൊണ്ട് പുറപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശാവറ നടത്തുന്നുണ്ട്, സഹാബത്തുമായി മുശാവറ നടത്തുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയുണ്ടായി. ഫഹ്സൻ, നല്ല വാക്കുകൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതിയായില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു. അദ്ദേഹം നല്ല കാര്യം പറഞ്ഞു, പക്ഷേ മതിയാവുന്നില്ല. കാരണം അവര് സഹാബത്തിലെ ലീഡേഴ്സാണ്, അവരുടെയല്ല മറ്റാളുകൾ. മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്താണോ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് അതുമായി നിങ്ങൾ മുന്നോട്ട് പോകുക. വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാലത് ബനൂ ഇസ്രായീൽ മൂസ. ബനൂ ഇസ്രായേലുകാർ മൂസാ നബിയോട് പറഞ്ഞത് ഒരിക്കലും ഞങ്ങൾ നിങ്ങളോട് പറയുകയില്ല. എന്താ മൂസാ നബിയോട് ബനൂ ഇസ്രായേൽ പറഞ്ഞത്? ഇദ്ഹബ അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖായിദുൻ. മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. വലാകിൻ ഇദ്ഹബു അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമാ മുഖാതിലൂൻ. നബിയെ, നിങ്ങളും നിങ്ങളുടെ റബ്ബും യുദ്ധത്തിനിറങ്ങുക, ഞങ്ങളിതാ നിങ്ങളോടൊപ്പമുണ്ട്. ഫനഹ്നു മഅക, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഫവല്ലദി ബഅസക ബിൽ ഹഖ്, ഹഖുമായി താങ്കൾ നിയോഗിച്ച അല്ലാഹുവാണ് സത്യം. നബിയെ, നിങ്ങൾ പറയുകയാണ് ബർഖുൽ ഇമാദിലേക്കാണ്. ലൗ സിർത ബിനാ ഇലാ ബർഖുൽ ഇമാദ്, നിങ്ങൾ ഞങ്ങളെയും കൊണ്ടുപോകുന്നതെങ്കിൽ ആ സ്ഥലത്തേക്ക് കിടങ്ങുകളൊക്കെ കീറിക്കൊണ്ടുള്ള പാത താണ്ടിക്കൊണ്ട് എവിടേക്കാണോ പുറപ്പെടുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും അവിടേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മതിയായില്ല. അശീറു ഇലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം പറയൂ.
അൻസാർ മുഹാജിറിൽപ്പെട്ട ആളാണ് മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു. അൻസാരികളുടെ സഹായം കൂടി ആവശ്യമുണ്ട്. അൻസാരികളുടെ അഭിപ്രായം എന്താണ്? കാരണം അൻസാരികൾ എന്താ, മദീനക്കകത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്ട് ചെയ്യാം, സഹായിക്കാമെന്നാണ് അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അവരുടെ അഭിപ്രായം കേൾക്കണം. അപ്പോഴാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, ലകഅന്നക തുരീദുനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെയാണോ നബിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ അഭിപ്രായമാണോ നിങ്ങൾക്ക് അറിയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, അതെ. അപ്പോഴാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ആമന്നാ ബിക, നബിയെ നിങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ഫഖദ് ആമന്നാ ബിക വസദ്ദഖനാക, നിങ്ങളെ ഞങ്ങൾ സത്യപ്പെടുത്തിയിട്ടുണ്ട്. വശഹിദ്നാ നിങ്ങൾ കൊണ്ടുവന്നത് സത്യമാണ് എന്നതിന് ഞങ്ങൾ സാക്ഷിയായിട്ടുണ്ട്. നിങ്ങൾ അനുസരിക്കാമെന്ന് ഞങ്ങൾ നിങ്ങളോട് കരാറ് നൽകിയിട്ടുണ്ട്. നബിയെ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. അല്ലാഹുവാണ് സത്യം, നിങ്ങളെ നിയോഗിച്ച അല്ലാഹുവാണ് സത്യം, നിങ്ങൾ ഞങ്ങളെയും കൊണ്ട് ഈ സമുദ്രത്തിലേക്ക് എടുത്തു ചാടാനാണ് ഞങ്ങളെയും കൊണ്ട് നിങ്ങൾ പുറപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളിൽ നിന്ന് ഒരാളും പിന്തുക ഇല്ല. നോക്കൂ സഹോദരങ്ങളെ, അതാണ് നബി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ സ്വഹാബത്ത് നബിയോട് അങ്ങേയറ്റം ചേർന്ന് നിന്നു. നബിക്ക് എല്ലാവിധ സഹായവും അദ്ദേഹത്തിന് വാഗ്ദാനം നൽകുകയാണ് ചെയ്യുന്നത്. നബിയെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ, നാളെ ഞങ്ങളെയും കൊണ്ട് പുറപ്പെടുമ്പോൾ ഞങ്ങൾ ഒരിക്കലും അത് വെറുപ്പ് കാണിക്കുന്നില്ല. ഇന്നാല സുബ്റുൻ ഫിൽ ഹർബ്, യുദ്ധത്തിൽ ഞങ്ങൾ ക്ഷമയുണ്ടാകും. ശത്രുക്കളെ കാണുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ പിന്തിരിഞ്ഞോടുകയില്ല, സത്യസന്ധമായി ഉറച്ചു നിൽക്കും. നിങ്ങൾക്ക് കൺകുളിർമയുണ്ടാകുന്ന കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഫസിർ അലാ ബറക്കത്തില്ലാ, അള്ളാന്റെ ബറക്കത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുക. സഹോദരങ്ങളെ, ഏത് വിഭാഗം ആളുകൾക്ക് സാധിക്കും? തങ്ങളുടെ ശത്രുക്കൾ 1000-ഓളം ആളുകളുണ്ട്, അവർക്ക് വേണ്ടത്ര പടയാളികളുണ്ട്, എല്ലാ കൊണ്ടും സജ്ജരാണ്. എന്നാൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എന്തും ത്യജിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കാനും തയ്യാറായ സ്വഹാബത്ത് പട്ടിണി പാവങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്ത് ഫഹ്മിൽഹും, നഗ്നപാദരാണ്, ചെരുപ്പ് ധരിക്കാനില്ല. ആ മരുഭൂമിയിൽ താണ്ടി അവർ പോകുമ്പോൾ റബ്ബേ ഇവരെ നീ വഹിക്കണേ. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്ത് ഫക്സുഹും, റബ്ബേ വസ്ത്രമുടുക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ്, ഇവരെ നീ സഹായിക്കണേ. അല്ലാഹുമ്മ ഇന്നഹും ജിയാ, വിശക്കുന്നവരാണ് അവർ, ഫഅശ്ബിഉഹും, അവരെ വയറ് നിറക്കണേ അല്ലാഹുവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ് ആ സ്വഹാബത്ത് ഉണ്ടായിരുന്നത്. അവരെയും കൊണ്ട് സഹോദരങ്ങളെ, ഈമാനിന്റെ പവർ, ഈമാനിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ നിന്നത്, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോ അസുന്നത്തു സഫീനത്തു നൂഹിൻ, സുന്നത്ത് എന്നത് നൂഹ് നബിയുടെ കപ്പലാണ്. മൻ റക്കിബ, ആരതിൽ കയറിയോ നജ, അവൻ രക്ഷപ്പെട്ടു. വമൻ തഖല്ലഫ മിൻ, അതിൽ നിന്ന് ആരെ പിന്തി നിന്നുവോ ഗരിഖ, അവൻ മുങ്ങിച്ചാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ജീവിതത്തിൽ സ്വീകരിക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം ഹറാമാണ് ഹലാലാണ് എന്നത് വരുന്ന സമയത്ത് കച്ചവടത്തിന്റെ രംഗത്ത് ഇത് വിൽക്കാൻ പാടില്ല, സിഗരറ്റ് വിൽക്കുന്നത് അത് ശരിയല്ല, അത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. കാരണം എന്താ? അതുകൊണ്ട് സ്വയം ഉപദ്രവം, മറ്റുള്ളവർക്ക് ഉപദ്രവമാണ്. പക്ഷെ അതുകൊണ്ട് കുറെ ലാഭം കിട്ടുന്നുണ്ടല്ലോ. ദീനിന്റെ ഒരു കാര്യം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചു, വലത്തേ കൈ കൊണ്ട് തിന്നണം കുടിക്കണം എന്ന് പഠിപ്പിക്കുക. അതെനിക്കാവൂല, അതിലൊക്കെ ഈ ആളുകൾക്കിടയിൽ വലത്തേ കൈ കൊണ്ട് തിന്നാ കുടിക്കുക, അതൊക്കെ ഒരു ഷെയ്മല്ലേ? ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ അനുസരിച്ചുവോ അതേപോലെ അനുസരിക്കാൻ. വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കൂ, നബി വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കൂ. അതാണ് പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാനുള്ള മനസ്സ്. അതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ സഹോദരങ്ങളെ, ദുആയാണ്, പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നുകൂടിയാണ്. നോമ്പിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞത്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. എന്റെ അടിമകൾ നിന്നോട് ചോദിക്കുകയാണ് നബിയെ എന്നെ കുറിച്ച്, നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നില്ല. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും യസ്അലൂനക അനിസ് സാഅ യസ്അലൂനക അനിൽ മഹീദ് ഇങ്ങനെ തുടങ്ങിയിട്ട് യസ്അലൂനക അനിർ റൂഹ്, നബിയെ നിങ്ങളോട് അവർ വന്ന് ചോദിക്കുന്നു
ചോദിക്കുന്നു, അവിടെയൊക്കെ ഫഖുൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നാണ്. പക്ഷെ ഇവിടെ അതല്ല. എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഏറ്റവും അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത്തദ് ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ, വാഗ്ദാനം വിജയമുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടും എല്ലാ സഹായവും അല്ലാഹുവിൽ നിന്ന് ഉണ്ടായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന അവസാനിപ്പിക്കുന്നില്ല. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ ബദറിന്റെ തലേ രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും ഉറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നില്ല. യുസല്ലി തഹ്ത ഷജറത്തിൻ വഹുവ യബ്കി ഹത്താ, സുബഹി വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് പ്രാർത്ഥിച്ച് നമസ്കരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. ബദറിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നവറ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ നോക്കി. വഹും അൽഫ്, അവർ 1000-ഓളം ആളുകളുണ്ട്. തന്റെ കൂടെ 319 സ്വഹാബത്തേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, അല്ലാഹുമ്മ ആതി മാ വഅതനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ് ഫിൽ അർദ്. അല്ലാഹുവേ, നീ നൽകിയ വാഗ്ദാനം എനിക്ക് നൽകണേ, നിന്റെ വാഗ്ദാനം പുലർത്തണേ റബ്ബേ. നീ എങ്ങാനും ഈ കൊച്ചു സംഘത്തെ നശിപ്പിക്കുകയാണെങ്കിൽ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമി ലോകത്ത് ആളുണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നു. അതാണ് സഹോദരങ്ങൾ, ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇത്. തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ സന്ദർഭത്തിൽ, റബ്ബിനോട് സഹായം തേടിയ സന്ദർഭത്തിൽ 1000-ഓളം മലക്കുകളെ തുടരെയായി ഇറക്കിക്കൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായമില്ല. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ സഹോദരങ്ങളെ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉൽ ജദ്ദു മിൻകൽ ജദ്ദ്. റബ്ബേ, നീ തന്നത് തടയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല, നീ തടഞ്ഞത് തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്ന നമ്മുടെ ആദർശം, നമ്മുടെ വിശ്വാസം അത് ഉറക്കെ പറയാനും ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും റബ്ബിനോട് മാത്രം സഹായം തേടിക്കൊണ്ട് റബ്ബിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന പാഠം. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ ദുആയില്ലെങ്കിൽ സഹോദരങ്ങളെ എങ്ങനെയാണ് അല്ലാഹു നിങ്ങളെ പരിഗണിക്കുക? എന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹുക്ക് അറിയാം, അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമല്ല എന്നതല്ല. പിന്നെയോ എല്ലാ വാഗ്ദാനങ്ങളും നൽകിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. ഇന്ന അജസൻ നാസ് മൻ അജസ അനി ദുആ. ഏറ്റവും വലിയ അശക്തനാര ദുആ ചെയ്യാൻ, തന്റെ റബ്ബിലേക്ക് കൈ ഉയർത്താൻ അവന് സമയം ലഭിച്ചിട്ടില്ലേ? റമദാനിന്റെ ഇത്രയും നാളുകളായിട്ടും സഹോദരങ്ങളെ, റബ്ബിനോടൊന്ന് ഇസ്തിഗ്ഫാർ തേടാൻ, റബ്ബിനോടൊന്ന് പാപമോചനം തേടാൻ നമ്മുടെ മനസ്സ് തയ്യാറായിട്ടില്ല എങ്കിൽ എത്രത്തോളം ഉണ്ട് നമ്മുടെ ഈമാൻ എന്നത് നമ്മൾ മനസ്സിലാക്കുക. ബദറിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ട്, ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ, അല്ലാഹുവിലുള്ള ഉറച്ച ഈമാനിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. അങ്ങേയറ്റത്തെ ക്ഷമയും ഈമാനും ഇഖ്ലാസും തവക്കുലും എല്ലാം ചേർന്നുകൊണ്ടുള്ള പരീക്ഷണ ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാൻ കാണിക്കുന്ന ഒരു മനസ്സ്. തന്റെ ദീനിനെതിരായിക്കൊണ്ട് ആര് വന്നാലും ശരി, അതിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശ്വാസികളുടെ പക്ഷത്താണെങ്കിൽ സ്വന്തം മകൻ അബ്ദുറഹ്മാൻ, അയാൾ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു, ശത്രുപക്ഷത്താണുള്ളത്. അതേപോലെ തന്നെ അബൂ ഹുദൈഫ ഇസ്ലാമിന്റെ ഭാഗത്താണ്. പിതാവ് ഉത്ബത്ത് ബിൻ റബീഅ, സഹോദരൻ വലീദ് ബിൻ റബീഅ, അമ്മാവൻ ഷൈബത്ത് ബിൻ റബീഅ, ഇവരൊക്കെ മറുപക്ഷത്താണ്. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ അസീസ് ഇബ്നു ഉമൈർ, അദ്ദേഹത്തെ ബന്ദിയാക്കിക്കൊണ്ട് കൊണ്ടുവന്നു ശത്രുപക്ഷത്തു നിന്ന്. ഇങ്ങനെ പലരും
ബന്ധുക്കളായിരുന്നിട്ട് പിതാവും മക്കളും ഒക്കെ തമ്മിൽ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ ഇസ്ലാമിന്റെ ഭാഗത്ത്, ജറാഹ് മുശ്രിക്കുകളുടെ പക്ഷത്ത്. സഹോദരങ്ങളെ, ബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ കുടുംബ ബന്ധങ്ങളോ ഒന്നും തടസ്സമല്ല, അള്ളാഹുവിനും റസൂലിനും എതിരാണോ? അതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കണ്ടെത്താൻ സാധ്യമല്ല. യുവാദൂന മൻ ഹാദ്ദല്ലാഹു വറസൂൽ. അള്ളാഹിനോടും റസൂലിനോടും എതിരെ നിൽക്കുന്ന ആളാണോ എങ്കിൽ നീയുമായുള്ള ബന്ധം എനിക്കില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ്. കാരണം എന്താ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അത് കാണണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ, ഫിറഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ്, ഇങ്ങനെ തുടങ്ങി പലരും കൂടെ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പ്രയോജനപ്പെട്ടില്ലല്ലോ. ഈമാനും വിശ്വാസവും ആദർശവും ദീനും മാത്രമേ നമുക്ക് സഹായമായി ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏറെ ഗൗരവത്തോടെ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ലഭിച്ച ഈ ഹിദായത്ത് ഇതേത് സമയത്തും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇതിൽ നിന്ന് ഉറച്ചു നിൽക്കാൻ റബ്ബിനോട് ദുആ ചെയ്യണം. ربنا لا تزغ قلوبنا بعد إذ هديتنا اللهم يا مقلب القلوب ثبت قلبي على دينك. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം എന്താ, അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകി നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, റബ്ബിൽ വിശ്വസിച്ച് ആഖിറത്തിൽ വിശ്വസിച്ച് ദീനിയായിക്കൊണ്ട് നടക്കാൻ. ഏത് സമയത്തും മൈൻഡ് മാറും. സമൂഹത്തിൽ പല നിലക്കുള്ള ആ നിലക്ക് നമ്മുടെ മൈൻഡിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ആദർശങ്ങളും സമൂഹത്തിലുണ്ട്. എന്തിനാ ഇപ്പൊ ഇത് നോമ്പെടുക്കുന്നത്? അള്ളാഹിനെ സൂക്ഷിക്കാനല്ലേ. ഞാൻ അള്ളാഹിനെ സൂക്ഷിക്കണം, അതിനിപ്പോ നോമ്പെടുത്തില്ലെങ്കിലും പ്രശ്നമല്ല. നിസ്കരിക്കൽ അതങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ തുടങ്ങി അവനവന്റെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പോയാൽ സഹോദരങ്ങളെ, അവന്റെ ആദർശം തന്നെ തകർന്നുപോയി. ഈ ദീനിൽ പിന്നെ എന്ത് വാല്യൂ ഉള്ളത്? അതുകൊണ്ട് ഈ ദീനിലുണ്ടോ എങ്കിൽ അള്ളാഹും റസൂലും പറഞ്ഞത് സമിഅനാ വഅതഅനാ. കാരണം ഇത് മനുഷ്യന്റെ വാക്കല്ലല്ലോ, അള്ളാഹുവിന്റെ കലാമും അള്ളാഹുവിന്റെ ദീനുമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോന്നിനും വിത്ത് പ്രൂഫ് എവിഡൻസ്. നിസ്കരിക്കുന്നുണ്ടോ, നോമ്പെടുക്കുന്നുണ്ടോ, ഇത് അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവനവനിഷ്ടമുള്ള പോലെ ദീനിനെ വ്യാഖ്യാനിക്കാനില്ല. അതുകൊണ്ട് ഏറെ പേടിക്കണം. എപ്പോഴാണ് ഇതിൽ നിന്ന് തെറ്റിപ്പോവുക എന്ന് നമ്മൾ ഏറെ ഭയപ്പെടേണ്ടതുണ്ട്. റബ്ബിനോട് ദുആ ചെയ്യുക ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി. എത്രയോ അങ്ങനെയാണല്ലോ, എത്രയോ ദീനിന്റെ മുന്നിൽ നിന്ന ആളുകളാണ് പലരും ആഖിബത്തുണ്ടായി നഷ്ടപ്പെട്ടു പോയി. തവഫനി മുസ്ലിമൻ വാൽഹിഖ്നി ബിസ്സാലിഹിൻ. റബ്ബേ, മുസ്ലിമായി മരിപ്പിക്കണേ, മുസ്ലിമായി കൊണ്ട് ജീവിപ്പിച്ച് മുസ്ലിമായി മരിക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്ത് അധികാരവും സ്ഥാനവും സൗകര്യങ്ങളും എവിടെയാണ്, എത്ര വലിയ ഇൽമുള്ള ആളുകളായിരുന്നാലും ശരി, തെറ്റിപ്പോകാൻ നിമിഷ നേരം മതി. അതാണ് ശൈത്താനിന്റെ പ്രേരണ. പിശാച് അവർക്ക് അവരുടെ കർമ്മങ്ങൾ നല്ലതാക്കി തോന്നിച്ചു എന്ന് പറയല്ലേ. പിശാച് എപ്പോഴും കൂടെയുണ്ട് മനുഷ്യന്റെ. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, നമ്മൾ അവസാനത്തെ 10ലേക്കാണ് പ്രവേശിക്കുന്നത്. കൂടുതൽ ഇബാദത്തുകൾ സജീവമാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റൽ അവാഖിർ, അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചാൽ യജ്തഹിദു മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റു നാളുകളിൽ ഇല്ലാത്ത വിധം പരിശ്രമിക്കുമായിരുന്നു. അരമുണ്ട് മുറുക്കിയെടുത്തി രാത്രി ഉറങ്ങാതെ സജീവമാക്കും. വീട്ടുകാരെ വിളിച്ചുണർത്തും. വീടുകളിലോ പള്ളികളിലോ ഒക്കെ ആയിക്കൊണ്ട് അവസാനത്തെ 10 റമളാനിന്റെ അവസാനത്തെ 10ലാണ്. ഒറ്റയിട്ട രാത്രികളിൽ പ്രത്യേകം നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. ഖൈറും മിൻ അൽഫി ശഹർ. അറിയാമല്ലോ നമുക്ക്. അതുകൊണ്ട് നമ്മൾ അലസന്മാരായി പോകരുത്. നന്മകളിൽ മുന്നേറുക. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ പല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഉദാഹരണമായിരുന്നു. ചോദിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കും എല്ലാം സ്വതക്കകൾ അധികരിപ്പിക്കുമായിരുന്നു. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ, നമ്മുടെ മസ്ജിദിന്റെ കളക്ഷൻ എല്ലാ റമളാനിലുമാണ് പ്രത്യേകം ജുമയിൽ കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു കൃത്യമായ ഒരു തുക ഈ പള്ളിയുടെ മസ്ജിദിന്റെ മെയിന്റനൻസിന് വേണ്ടി നിങ്ങൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സ്വതക്കുകളേറെ അധികരിപ്പിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെ എല്ലാം വിളിച്ചുയർത്തിക്കൊണ്ട് ഇബാദത്തുകൾ സജീവമാക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഇഅ്തികാഫിന് സാധിക്കുന്ന ആളുകൾ, കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് നിർവഹിക്കാറുണ്ടായിരുന്നു. സുമ്മ അഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അവിടുത്തെ പത്നിമാരും പള്ളിയിൽ വന്ന് ഇഅ്തികാഫ് നിർവഹിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ബദറിൽ നിന്ന് ലഭിക്കുന്ന പാഠത്തിന്റെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടത്, ഇന്ന് സമൂഹത്തിൽ പലരും ബദറിൽ നിന്ന് പഠിച്ച പാഠം എന്താ? റമളാൻ 17 വരുമ്പോ
ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക. യാ മൻ ബിഹി ഹല്ലർ റദ വമൻ ബിഹമ്മിൻ നക്കിദ ഖുൽ നാദിയ മുസ്തൻജിയ യാ അഹ്ല ബദരി ശുഹദ. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്തിനും താബിഈകൾക്കും അയിമ്മത്തുൽ ഇസ്ലാമിനൊന്നും പരിചയമില്ലാത്ത പ്രാർത്ഥനകളും ദിക്റുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലാഹു അല്ലാത്തവരോട് തേടുന്ന, അല്ലാഹു അല്ലാത്തവരെ ഇടയാളന്മാരായി കൊണ്ട് തേടുന്ന ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ. സ്വഹാബത്ത് അത് ചെയ്തിട്ടില്ല. എന്ത് പ്രതിസന്ധി വന്നാലും റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതുകൊണ്ട് തൗഹീദിന്റെ പാഠം അത് നമുക്ക് മറന്നു പോകരുത്. എത്രത്തോളം എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പോലും ദുർവ്യാഖ്യാനിക്കുന്ന അവസ്ഥയാണ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് രക്തസാക്ഷികളായ ആളുകൾ എന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മോട് അറിയിക്കുന്നുണ്ട്. ബദറിലും മുഹദിലും ഒക്കെ ഷഹീദായ ആളുകൾ അവര് അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. പക്ഷെ അവര് ദുനിയാവുമായി ബന്ധമില്ല. പക്ഷെ എത്രത്തോളം എന്ന് വെച്ചാൽ അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ പ്രചരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ സദസ്സിൽ പോലും മരിച്ചുപോയ മഹാന്മാക്കളുടെ അമ്പിയാക്കളുടെ ശുഹദാക്കളുടെ അർവാഹുകളുണ്ട് എന്നുള്ള ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ഘടകവിരുദ്ധമായ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കുക, അള്ളാഹുവിനെ അറിയുക. അള്ളാഹിനെ അറിയേണ്ടതുപോലെ ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ സമൂഹത്തിലുള്ള വികല വിശ്വാസങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ സാമൂഹികമായ കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ നമുക്കും വേണം. പല നിലക്കുള്ള പരീക്ഷണങ്ങളും ഫിത്നകളും സമൂഹത്തിൽ വ്യാപിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. സാമ്രാജ്യത്വ ശക്തികളുടേതായ അവരുടെ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊല ചെയ്യുന്ന എത്രയോ അനീതിയും അന്യായവും നടക്കുന്ന യുദ്ധങ്ങൾ സമൂഹത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിനെതിരെയാണ് എല്ലാവരും. ആകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ യുദ്ധം കൂടി കൂട്ടിയാൽ ടോട്ടൽ 1000 ആളുകളെ ആകെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. മുസ്ലിങ്ങളിൽ നിന്ന് ഒരു 10-200 ചില്ലാനോ ബാക്കി 10-700 ശത്രുപക്ഷത്വം. ആകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 19 യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് ആകെ 1000 ആളുകളെ. ഇവിടെ എത്രയോ ആണ് സയനിസ്റ്റുകള്, ഇസ്ലാമിന്റെ ശത്രുക്കള് ഇസ്ലാമിനെ നശിപ്പിക്കാൻ മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക്, അതുപോലെ തന്നെ സിറിയയിലും മറ്റുമൊക്കെ എന്തൊക്കെ ഭീകരതയാണ് കാണുന്നത്. അതിനെ നാം കണ്ടില്ലെന്ന് നടിക്കരുത്. അതോടൊപ്പം തന്നെ വിശ്വാസരാഹിത്യം, അതായത് ഇസ്ലാമിനെതിരായിക്കൊണ്ടുള്ള വിശ്വാസമുള്ള ആളുകൾ ആരെങ്കിലും മരിക്കുമ്പോഴേക്ക് ഷഹീദ് എന്ന് നമ്മൾ മുദ്ര കുത്താൻ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കാഫിറത്ത് എന്ന് വിളിക്കുന്ന സ്വഹാബത്തിനെ കാഫിറുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് നമ്മൾ അങ്ങനെയുള്ള പദവികൾ നൽകുന്നതും അതും വളരെ ഗൗരവമായിക്കൊണ്ട് നമ്മുടെ വിശ്വാസവും ആദർശവും അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞ് അതിൽ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങൾ കൂടുതൽ ഇബാദത്തോടെ ഇഖ്ലാസോടെ പരിശ്രമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്ത് നരകത്തിലേക്കും അയക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലും എല്ലാം അല്ലാഹു എല്ലാവിധ റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين يا ذا القوة المتين. اللهم انصر اخواننا المسلمين في كل مكان. اللهم اجعل لهم من كل ضيق مخرجا ومن كل هم فرجا ومن كل بلاء عافية. اللهم انصر اخواننا المستضعفين في كل مكان. اللهم لا تدع لنا ذنبا الا غفرته ولا دينا إلا قضيته ولا ميتا إلا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.